എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 250+ കോളേജസിൽ ഇതുവരെ സംസാരിച്ചിട്ടുണ്ട്. ലൈക്ക് ബിഹാഫ് ഓഫ് ഓൺടർപ്രണർഷിപ്പ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ് മൈൻഡ് സെറ്റ് ഡെവലപ്മെൻറ്റ്. കൂടുതലും ഈ പറഞ്ഞ പോലെ തന്നെ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കാണ് നമ്മൾ കൂടുതൽ പോകാറുള്ളത്. BBA MBA സ്റ്റുഡൻസിൻ്റെ അടുത്തേക്കാണ് സ്റ്റാർട്ടപ്പ്സ്, ഓൺടർപ്രണർഷിപ്പ്, അതിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാനിവിടെ ഫസ്റ്റ് വന്നപ്പോൾ സംസാരിച്ച് തുടങ്ങിയപ്പോഴാണെങ്കിലും ഫസ്റ്റ് പ്രോഗ്രാമിൻ്റെ സമയത്താണെങ്കിലും ഗവർണർ പറഞ്ഞിട്ടുണ്ടായി ഒരു പേർപ്പസ് എന്നുള്ളൊരു എലമെൻറ്റ്. നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്നതിന് ഒരു പേർപ്പസ് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ഞാനൊരു ജെൻസി, സോ കോൾഡ് ജെൻസി എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ പറയുകയാണ്, ഇന്ന് നമ്മളെ യൂത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പേർപ്പസ് എന്താണ്, എന്തിനാണെന്നുള്ള തിരിച്ചറിവില്ലാത്തൊരു പ്രശ്നം നല്ല രീതിയിൽ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു സമയത്ത് അങ്ങനെ ഒരു എൻലൈറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റാമെന്ന് പറയുന്നത്, അതിനൊരു തുടക്കം ഇടാൻ പറ്റാമെന്ന് പറയുന്നത് വലിയൊരു കാര്യം. അത് ഏത് രീതിയിലുള്ള ഇനിഷ്യേറ്റീവ്സ് ആണെന്നുണ്ടെങ്കിലും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഇനിഷ്യേറ്റീവ്സിൻ്റെ ഭാഗമാകുവാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് അതിൻ്റെ കൂടെ ജോയിൻ ചെയ്യാനൊക്കെ എപ്പോഴും ട്രൈ ചെയ്യുന്നതും, അതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ വേണ്ടി പറ്റുന്ന ഒരാളാണ്. കാരണം സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വിശക്കുന്നവന് അന്നം കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിളായിരിക്കും. കാരണം ലൈക്ക് നമ്മൾ ആരും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. മേ ബി ഐ തിങ്ക് ഒരു 3 ദിവസത്തിൽ കൂടുതലൊന്നും ഭക്ഷണം കഴിക്കാതിരുന്നിട്ട്, അല്ലെങ്കിൽ 2 ദിവസത്തിൽ കൂടുതലൊന്നും ഭക്ഷണം കഴിക്കാതിരുന്നിട്ടുള്ള ആൾക്കാർ ഇവിടെ കുറവായിരിക്കും. സോ നമുക്ക് ജസ്റ്റ് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല ആ ഒരു മൊമെൻറ്റിനെ കുറിച്ച്, അല്ലേ. നമുക്ക് ഒരു ദിവസം ഭക്ഷണം കിട്ടാണ്ടിരുന്നാൽ തന്നെ നമുക്ക് ചിലപ്പം സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയിലും അങ്ങനെ പല ബുദ്ധിമുട്ടുകളിലൂടെയും മാനസികമായിട്ടും ഒക്കെ പല ബുദ്ധിമുട്ടിലൂടെ പോകുന്ന മറ്റും ആളുകൾക്ക് ഒരു ഹെൽപ്പിംഗ് ഹാൻഡായിട്ട്, ഒരു കെയറായിട്ട് നമ്മൾ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു തോന്നൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിക്കഴിഞ്ഞാൽ, അവരുടെ ഒരു പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടി കിട്ടിക്കഴിഞ്ഞാൽ, അത് ഈ ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന എല്ലാവരിലോട്ടും ആ ഒരു പ്രാർത്ഥനയും ആ ഒരു എന്താ പറയുക, ആ ഒരു മൊമെൻറ്റിൽ ആ ഒരു ഇമോഷനൊക്കെ നമുക്ക് സർപ്പാസ് ചെയ്യാണ്. സോ ഇങ്ങനൊരു ഇനീഷ്യേറ്റീവ് നിങ്ങളുടെ കോളേജിൽ കൊണ്ടുവരാനും അതിൻ്റെ ഭാഗമാകുവാൻ നിങ്ങൾക്കൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി തരാമെന്ന് പറയുന്നതും വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ തണലിലെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, കാരണം നമ്മൾ ഓരോരുത്തരും ഇതിൻ്റെ ഭാഗമാണ്. നമ്മൾ ഓരോരുത്തരും ഇതിൻ്റെ ഭാഗമായിട്ട് അവരുടെ പ്രാർത്ഥനകളിൽ നമുക്കൊരു ഭാഗമാവാൻ വേണ്ടി പറ്റിയെന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അതിനൊരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടുള്ള കോളേജിനാണെങ്കിലും അതിൻ്റെ ബാക്കി ഇത് ഓർഗനൈസേഷനാണെന്നുണ്ടെങ്കിലൊക്കെ വെരി എന്താ പറയുക, നമ്മൾ പ്രൗഡായിട്ട് താങ്ക് ചെയ്യാണ്, ഗ്രാറ്റിറ്റ്യൂഡാണ്. ലൈക്ക് അതാണ് എനിക്ക് ഈ ഒരു മൊമെൻറ്റിൽ പറയാനുള്ളത്. പ്രിൻസിപ്പൽ സാറും മെൻഷൻ ചെയ്യേണ്ടായി ഈ ഒരു മൊമെൻറ്റിൽ ഈ ഒരു കുടുംബത്തിൻ്റെ ഭാഗമാവാൻ വേണ്ടി പറ്റിയെന്നുള്ളത്. ആ കുടുംബം എന്നുള്ളതിനെ ആ ഒരു ഹേർട്ട്ഫുൾട്ടായിട്ട് തന്നെ എടുക്കുകയാണ്. ലൈക്ക് ആ കുടുംബത്തിന് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ആ സ്നേഹവും ആ കെയറും. അതിനി അങ്ങോട്ടാണെന്നുണ്ടെങ്കിലും ആ ഫ്യൂച്ചറിലോട്ട് അത് കൈമാറി പോട്ടെ. ഇതൊരുപാട് വലിയ വിജയത്തിലോട്ട് എത്തട്ടെ. തണലിൻ്റെ ഓൾ കേരള മിഷനും എല്ലാവരും തന്നെ ഒരുമിച്ച് നിന്ന് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റട്ടെ. അതിന് എല്ലാവിധ സപ്പോർട്ടുകളും എല്ലാവിധ രീതിയിലുള്ള ഭാഗങ്ങളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം, ഓൾ ദി ബെസ്റ്റ്.